Hi dears, welcome back. Welcome back to RKNX. Yes, so നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എങ്ങനെ നമുക്ക് 40 മുകളിൽ 40 മാർക്കിന്റെ മുകളിൽ മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാനാണ് നമ്മൾ ഡിസ്കസ്. യെസ്, തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞുതരാം. നോക്കി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സാറേ? യെസ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. യെസ്, അടുത്ത മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ തന്നെ റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ 5 ചാപ്റ്റർ അല്ലെ, 5 ചാപ്റ്റർ നിങ്ങൾ 14 ചാപ്റ്റർ പഠിക്കുന്നത്, നിങ്ങൾ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 40 എബോവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതുവരെ അറിയാമായിരുന്നോ? എന്നാൽ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഈ 5 ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40 എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് 9 to 10 മാർക്കിന് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും. യെസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തത് അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അടുത്തത് ആൾട്ടർനേറ്റിംഗ് കറന്റ് എസിയിൽ നിന്ന് എത്ര മാർക്കിന് ചോദിക്കും സാറേ? 7 മാർക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. റേ ഒപ്റ്റിക്സ് എത്രയാണ് നമ്മുടെ? 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? റേ ഒപ്റ്റിക്സ് ചോദിക്കാറുണ്ട് മാക്സിമം. ഓക്കെ, കൂട്ടാണെങ്കിൽ 9, 8, 8, 16, 9, 25, 7, 32, 10, 42 ഈ ചാപ്റ്ററുകൾ എങ്ങനെ പഠിക്കണം? അടിപൊളിയായിട്ട് കൃത്യമായിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചു പോവാണെങ്കിൽ ചെയ്യാൻ പറ്റും. യെസ്, എന്നിട്ട് ഇത് മാത്രം പഠിച്ചു പോകാൻ ഞങ്ങൾ പറഞ്ഞത്. തീരെ പഠിക്കാത്തവർ, ഇനിയും നമുക്കറിയാം അല്ലെ, ഒരുപാട് പേര് തീരെ പഠിക്കാത്തവരുണ്ടാവും. അങ്ങനെ പഠിക്കാത്തവരുണ്ടെ എന്ത് ചെയ്യുക, ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. 40 എബോവ് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. റെഡി അല്ലേ? റെഡിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.